പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഴീക്കോട് മുനമ്പം ജങ്കാറാണ്. 17 വർഷത്തെ തൻ്റെ അഴീക്കോടൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് മുനമ്പം ജങ്കാർ. ഹലോ കൂട്ടുകാരെ, എൻ്റെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? ഒരു കാലത്ത് കാഞ്ഞിരപ്പുഴയെ മറികടക്കാൻ എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. ഒരുപാട് കാലം ഒരുപാട് പേര് സമരവും നിരാഹാരവും കോലാഹലങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഞാൻ അഴീക്കോട് എന്ന ഗ്രാമത്തിലെത്തുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ കൊച്ചിൻ ജങ്കാർ സർവീസ് എന്ന കമ്പനിയുടെ ജങ്കാറാണ് സർവീസ് നടത്തിയിരുന്നത്. അത് 2005 ആരംഭിച്ചത്. 1.5 രൂപ നിരക്കിൽ യാത്രക്കാരുമായി മൂപ്പര് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ധന വില വർധനവിനെ തുടർന്ന് ചാർജ് വർധന ഏർപ്പെടുത്തി. ജനങ്ങൾ ആ വർധനയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ചാർജ് വർധന പാടില്ല എന്ന് പറഞ്ഞ് കൊച്ചിൻ ജങ്കാറിന് കത്ത് നൽകുന്നത്. ഇതോടെ മൂപ്പര് പിണങ്ങിപ്പോയി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 7 ബോട്ടുകൾ എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തിയിരുന്ന ഒരു കാലം കാഞ്ഞിരപ്പുഴക്കുണ്ടായിരുന്നു അത്രേ. പിന്നീട് അതൊരു കടത്ത് ബോട്ടിൽ ഒതുങ്ങി. അങ്ങനെ ഇരിക്കെയാണ് 2002 എറിയാട് പഞ്ചായത്ത് വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടം ഘടിപ്പിച്ച ബോട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ജനങ്ങൾ കുറേ നാൾ മുറവിളി കൂട്ടിയതിന് ശേഷമാണ് എല്ലാ കാലത്തും കാഞ്ഞിരപ്പുഴയിൽ വില്ലനായിരുന്ന കടലിൽ നിന്ന് കയറി വരുന്ന മണൽത്തിട്ട ചങ്ങാടത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായി. 2005 ചങ്ങാടം നിർത്തലാക്കുന്നത്. അഴീക്കോട് തുറമുഖ പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴയിൽ ഡ്രഡ്ജിങ് ആരംഭിച്ചതോടെയാണ് ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കടന്നു വരാൻ അവസരമൊരുങ്ങിയത്. അഴീക്കോട് മുനമ്പം ഫെറി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തതോടെയാണ് ആ അവസരം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചിൻ ജങ്കാർ 2005 ഇവിടെ എത്തിയത്. 2 വർഷം മാത്രമേ മൂപ്പിലൂടെ ഓടിയുള്ളൂ. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് മൂപ്പിലാൻ പിണങ്ങിപ്പോണത്. പിന്നെ കുറേ കാലത്തേക്ക് ഇവിടെ ബോട്ടും ഇല്ല, ജങ്കാറും ഇല്ല, ഒന്നും ഉണ്ടായില്ല. അതിനിടെ ജില്ലാ പഞ്ചായത്ത് 1500 രൂപ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ബന്ധുക്കൾക്ക് അങ്ങോട്ട് നൽകി ബോട്ട് സർവീസ് ആരംഭിച്ചു. അങ്ങനെയാണ് വീണ്ടും ജങ്കാർ വേണമെന്ന ആവശ്യവുമായി അഴീക്കോട് ജനങ്ങൾ നിരാഹാരവും കോലാഹലങ്ങളും സമരങ്ങളും ഒക്കെയായി ജങ്കാറിനായി പോരാട്ടം തുടങ്ങിയത്. 43 ദിവസമാണ് ഇതിനുവേണ്ടി അഴീക്കോട് കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരവും ഹർത്താലൊക്കെ നടത്തിയതത്രേ. അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, സമരം ചെയ്യുന്നവരെയും കേൾക്കാൻ ഭരണകൂടങ്ങളൊക്കെ തയ്യാറായിരുന്നു. അങ്ങനെ സുനാമി പുനരധിവാസ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ സമ്മതം മൂളി. അന്നത്തെ റവന്യൂ മന്ത്രിയും സ്ഥലം MLA KP രാജേന്ദ്രനും സബ് കളക്ടറും തഹസിൽദാറും ഒക്കെ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ തീരുമാനമുണ്ടായത്. അങ്ങനെ കിൻകോയിൽ വെച്ച് എന്നെ നിർമ്മിച്ച് കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചത്. അതിലും വലിയ കോമഡിയാണ്. കിൻകോയിൽ രാജകീയ പരിപാലനത്തോടു കൂടിയുള്ള ഒരു ജനനം സ്വപ്നം കണ്ടിരുന്ന ഞാൻ ജനിച്ചത് കൊച്ചിയിലെ പനയപ്പള്ളിയിലെ സെഞ്ചുറി അസോസിയേറ്റ്സ് എന്ന ഒരു ബോട്ട് നിർമ്മാണ കമ്പനിയിൽ. മത്സ്യബന്ധന ബോട്ടുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനിയിലേക്ക് എന്നെ തള്ളിയിട്ടത് ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയിട്ടില്ല. 1.5 കോടി രൂപയുടെ പ്രൗഢിയിൽ ജനിക്കാനിരുന്ന ഞാൻ ജനിച്ചത് 1,17,00,000 രൂപയുടെ ബില്ലുമായാണ്. സംഗതി 33 ലക്ഷം എൻ്റെ ജനന സമയത്ത് സർക്കാരിന് ലാഭമുണ്ടായി. പക്ഷേ എന്നെ വെച്ച് ലാഭമുണ്ടാക്കാനുള്ള ഇവരുടെ അത്യാർത്ഥിക്ക് സെഞ്ചുറി കമ്പനി മുട്ടം പണിയാണ് കൊടുത്തത്. ബോട്ടുണ്ടാക്കുന്ന കമ്പനിയിൽ ബോട്ട് നിർമ്മിക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത ആക്രി ഷീറ്റുകളല്ലാതെ മറ്റെന്തുണ്ടാവാൻ. സെഞ്ചുറിക്കാർ കയ്യിൽ കിട്ടിയ ആക്രി ഷീറ്റുകളൊക്കെ തല്ലിക്കൂട്ടിയാണ് എനിക്ക് ജന്മം നൽകിയത്. സാധാരണ ഒരു പുതിയ ജങ്കാർ ഇറങ്ങുമ്പോൾ ചുരുങ്ങിയത് 10-25 വർഷത്തേക്ക് പിന്നെ യാർഡ് കാണേണ്ടതില്ല എന്നാണ് ജങ്കാർ കുടുംബത്തിൻ്റെ അഹങ്കാരം. എൻ്റെ കാര്യത്തെ സ്ഥിതി മാറി. ആക്രി പടച്ചട്ടയുമായി ഇറങ്ങിയ ഞാൻ 10 വർഷത്തിനിടെ 25ലധികം തവണ യാർഡിൽ കയറി ഇറങ്ങി. അങ്ങനെ യാർഡിൽ കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഞാൻ മുക്കിയും മൂളിയും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വിദഗ്ധ ചികിത്സക്കായി കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ പൊയ്മുഖം തകർന്നു വീഴുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് സെഞ്ചുറി കമ്പനി നിസാര വിലയ്ക്ക് ലഭിക്കുന്ന ആക്രി ഷീറ്റുകൾ കൊണ്ട് 1.5 കോടി രൂപ പോലും ചെലവില്ലാതെയാണ് എന്നെ നിർമ്മിച്ചിറക്കിയത് എന്ന് പുറം ലോകം അറിയുന്നത്. സത്യത്തിൽ ഞാൻ അന്തം വിട്ട് കുന്തിച്ചിരുന്നു പോയ ഒരു നിമിഷമായിരുന്നു അത്. ഇടയ്ക്കിടയ്ക്ക് യാർഡിൽ പോകുമെങ്കിലും 1.5 കോടിയുടെ മുതലാണ് ഞാൻ എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, 10 വർഷത്തിനിടെ എൻ്റെ പേരിൽ 5 ജങ്കാർ ഉണ്ടാക്കാനുള്ള പണവും ചെലവഴിക്കപ്പെട്ടിരുന്നു. ഇത്രയൊക്കെ പോലെ എന്നെപ്പോലൊരു പാവം ജങ്കാരനെ അഹങ്കരിക്കാൻ ഞാനും അഹങ്കരിച്ചു. പക്ഷേ ഉള്ളുനീറുന്ന ഈ വാർത്ത കേട്ടതോടെ എൻ്റെ എല്ലാ അഹങ്കാരവും നാണക്കേടായി മാറിയിരുന്നു. കിൻകോയുടെ രജിസ്ട്രേഷൻ സീൽ വെച്ച് ജോറിൽ കറങ്ങി നടന്നിരുന്ന എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന മത്സ്യബന്ധന ബോട്ടുകളെ പുച്ഛത്തോടെ നോക്കിയിരുന്ന ഞാൻ ഇനി എങ്ങനെ അവറ്റകളുടെ മുന്നിലേക്ക് ചെല്ലുമെന്ന ആശങ്കയിലായി. സാധാരണ ജങ്കാറുകൾ നിർമ്മിക്കുന്ന മറൈൻ സ്റ്റീലുകളുടെ ഒരു തുണ്ട് പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് ഷിപ്പ്യാർഡ് എഞ്ചിനീയർ ടീം പറഞ്ഞത്. അങ്ങനെ 2 കോടി രൂപ നൽകിയാൽ പുതിയ ജങ്കാർ ഷിപ്പ്യാർഡിൽ തന്നെ നിർമ്മിക്കാമെന്നിരിക്കെയാണ് എല്ലും തോലുമായ എൻ്റെ മേൽ 1,67,00,000 രൂപ ചെലവഴിച്ച് എന്നെ ഇന്നത്തെ കോലത്തിലെത്തിച്ചത്. അങ്ങനെ ഏതാണ്ട് 1 വർഷക്കാലത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ സുഖചികിത്സയ്ക്ക് ശേഷമാണ് ഞാൻ അഴീക്കോട് തിരിച്ചെത്തുന്നത്. ഷിപ്പ്യാർഡിലേക്ക് പോകുന്നതിന് മുമ്പ് 10-75 ദിവസം അഴീക്കോട് ഫിഷറീസ് ജെട്ടിയിലും അതിനു മുമ്പ് വലിയ പണിക്കന്തുരുത്തിൻ്റെ സമീപത്തൊക്കെ കുറേ കാലം കണ്ണീരൊഴുക്കിയിരുന്നു ഞാൻ. അന്നൊക്കെ എനിക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ ഒരു പട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. 2007 മുതൽ 2023 വരെ 17 കൊല്ലം നിങ്ങളെയൊക്കെ വഹിച്ചു, നിങ്ങളുടെ വാഹനങ്ങൾ വഹിച്ചു, നിങ്ങൾ വലിയ വലിയ ലോറിയിലും മറ്റും കയറ്റിക്കൊണ്ടുവരുന്ന ചീഞ്ഞതും അല്ലാത്തതുമായ മീനും പച്ചക്കറിയും എന്തിനധികം സെപ്റ്റിക് ടാങ്ക് വരെ കയറ്റിക്കൊണ്ടുപോയിരുന്ന ഞാനിപ്പോൾ ആർക്കും വേണ്ടാതെ കാഞ്ഞിരപ്പുഴയുടെ വടക്കേക്കരയിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം നങ്കൂരമിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷം പൂർത്തിയാകുന്നു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന് മുനമ്പത്ത്
ഫയലുകൾ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സേവനം ഇനി വേണ്ട എന്ന് MLA യും ജില്ലാ പഞ്ചായത്തും പാലം നിർമ്മാണ കമ്പനിയും ഒക്കെ ചേർന്ന് തീരുമാനിച്ചത്. എന്നെ ഓരത്താക്കി 2 വർഷം തികയുമ്പോഴും ഇവർ അടിക്കണമെന്ന് പറഞ്ഞ ഫയലുകൾ മുനമ്പത്ത് ഇതുവരെ അടിച്ചിട്ടില്ല. എന്നെ നിർത്തലാക്കാൻ കാണിച്ച ശുഷ്കാന്തിയുടെ 10-1 മുനമ്പത്ത് നിർമ്മാണത്തിനെതിരെ കൊടുത്ത സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഇവരൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ പാലം നിർമ്മാണത്തിന് തടസ്സം ഉണ്ടാവില്ലായിരുന്നു. 2 വർഷമായി കടലിനോട് ചേർന്ന് കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് ജെട്ടിക്ക് സമീപം ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഇപ്പോഴെങ്കിലും ലേലത്തിൽ വെച്ചാൽ എനിക്കൊരു ജീവിതമാകും. ജില്ലാ പഞ്ചായത്തിന് കുറച്ച് കോടികൾ രൂപയും കിട്ടും. ഞാൻ ഈ നിലയ്ക്ക് ഇവിടെ തുടർന്നാൽ നിങ്ങൾക്ക് വാരിക്കൊണ്ടു പോകാൻ എൻ്റെ എല്ലും തോലും പോലും ബാക്കിയുണ്ടാകില്ല. അതുകൊണ്ട് എൻ്റെ ഈ കഥ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കഥ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ജില്ലാ പഞ്ചായത്തിലെ ഭദ്രകർണങ്ങളിലൊന്ന് എത്തിക്കണം. തൃശ്ശൂർ പൂരത്തിൻ്റെ അമിട്ട് പൊട്ടുന്ന കോലത്തിൽ അവരുടെ കർണങ്ങളിലൊന്ന് പൊട്ടിക്കണം. ഈ സങ്കീർണ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നെ നിങ്ങൾ സഹായിക്കണം. എല്ലാവരോടും താണുകയാണ് അപേക്ഷിക്കുകയാണ്. ആരും ഉപേക്ഷിക്കരുത്. അതല്ല നിങ്ങളുടെ മനസ്സിലും കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി എന്ന മനോഭാവമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല, ഞാനിവിടെ കിടന്ന് നശിച്ചോളാം എന്ന് ഒരു കാലത്ത് നിങ്ങളുടെ ഉറ്റതോഴനായിരുന്ന ഇപ്പോൾ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യാത്ത ഒരു പാവം ചെങ്കാർ.